ശാന്തി. ഞാൻ ഏകാഗ്രതയോടെ എൻ്റെ ശ്രദ്ധ മസ്തകമധ്യത്തിൽ ഒരു പ്രകാശബിന്ദുവിൽ ഏകാഗ്രമാക്കുന്നു. ഒരു തിളങ്ങുന്ന ദിവ്യ ജ്യോതിർമയ ബിന്ദു. ജ്ഞാനാത്മാ പ്രകാശപുഞ്ചമാണ്. ശാന്തബിന്ദുവാണ്. ഇപ്പോൾ സാക്ഷിഭാവത്തോടെ ഞാൻ എൻ്റെ സങ്കല്പങ്ങളെ കാണുന്നു. സർവവിചാരങ്ങളെയും മുന്നിൽ വരുമ്പോൾ കാണുന്നു എങ്കിലും അതിൽ പ്രഭാവിതമാകാതെ ഇരിക്കുന്നു. സർവസങ്കല്പങ്ങളും ഒരു ചെറിയ ബിന്ദുവായി ഒതുങ്ങുന്നു. സർവകാര്യത്തിലും ഫുൾ സ്റ്റോപ്പ് ബിന്ദുവിടുന്നു. മനസ്സ് ശാന്തമായിരിക്കുന്നു. നിർസങ്കൽപ്പസ്ഥിതി. കേവലം ഒരു ബിന്ദു, മറ്റൊന്നുമില്ല. ജ്ഞാനാത്മാ ഒരു ശാന്ത ചൈതന്യ പ്രകാശബിന്ദു. ബിന്ദുവായി ഞാൻ മനസ്സും ബുദ്ധിയും പരമധാമത്തിന് നേരെ കേന്ദ്രീകരിക്കുന്നു. പരമധാമത്തിൽ അത്യന്ത ശാന്ത ജ്യോതിർമയ വാതാവരണമാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു പരമധാമത്തിൽ ഒരു ദിവ്യ ജ്യോതി. പ്രേമത്താൽ ഭർപൂർ പരം ജ്യോതി ബിന്ദു വിരാജമാനാണ്. അതാണ് എൻ്റെ പ്രിയ ബിന്ദു ശിവബാബ, ശാന്തിയുടെ സാഗരൻ. ശക്തികളുടെയും ഗുണങ്ങളുടെയും സാഗരൻ, സ്നേഹസാഗരൻ. സ്വയം പരം ജ്യോതി ബിന്ദു ബാബയുടെ മുന്നിൽ ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ബിന്ദു ആത്മാ, കൂടെ ബിന്ദു പരം ജ്യോതി ശിവബാബ. ഞാൻ ബാബയുടെ ആത്മീയ സ്നേഹം അനുഭവം ചെയ്യുന്നു. പ്രകാശത്തിന്റെ അലകളായി ആത്മീയ സ്നേഹം എന്നിലേക്ക് ചൊരിയുന്നു. ഞാൻ ബിന്ദു ആത്മാ പതിയെ പതിയെ ബിന്ദു ബാബയുടെ സ്നേഹത്തിൽ സമാവേശമാകുന്നു. സ്നേഹസാഗരത്തിൽ ലൗലീനമാകുന്നു, ലയിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കേവലം ബിന്ദു ബാബയെ മാത്രം കാണപ്പെടുന്നു. സ്നേഹത്തിന്റെ മഹാസാഗരമായി കാണപ്പെടുന്നു. മറ്റൊന്നുമില്ല, കേവലം ബിന്ദു ബാബ. ഞാൻ ബിന്ദു ആത്മാ. ഈ ദിവ്യമിലനത്തിന്റെ സമയം പോലും നിശ്ചലമാകുന്നു.
ഈ ഗഹനമായ അനുഭൂതിയിൽ ഞാൻ സ്ഥിതമാകുന്നു. ഞാൻ വീണ്ടും എൻ്റെ മനസ്സിനെ സാകാര ലോകത്തോട് തിരിക്കുന്നു. ഈ സാകാര ലോകത്തിൽ ബിന്ദു രൂപത്തിൽ ബിന്ദു ബാബയുടെ സ്മൃതിയിലിരിക്കുന്നു. ഞാൻ സമ്പാദിക്കാനുള്ള താല്പര്യത്തോടെ പഠിക്കുന്നു. യഥാർത്ഥ ജ്ഞാനമില്ലെങ്കിൽ സാക്ഷാത്കാരം പോലും സംശയമുണ്ടാക്കുന്നു. ഈ പഴയ ലോകത്തിൽ ഇനി കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ. മറ്റെല്ലാ ഭാഗ്യങ്ങളും ഈ മൃത്യു ലോകത്തിലേതാണ്. ഞാൻ പുതിയ ലോകത്തേക്കു വേണ്ടി എൻ്റെ ഭാഗ്യമുണ്ടാക്കുന്നു. എൻ്റെ സമ്പാദ്യം ചെയ്യിപ്പിക്കുന്നത് ശിവബാബയാണ്. ഓർമ്മയുടെ യാത്രയിൽ ഞാൻ സത്വപ്രധാന ലോകത്തിൻ്റെ അധികാരിയാകുന്നു. വിഷ്ണുപുരിയിലെ അധികാരിയായി മാറുന്നു. ഇവിടെ നിരാകാരനായ ശിവബാബ സാകാര മാധ്യമത്തിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കുന്നു. പാരലൗകിക അച്ഛൻ അവസാന സമയത്ത് എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ബാബ നിർദ്ദേശം നൽകുന്നു, തീർച്ചയായും പവിത്രമായി മാറണം. തൻ്റെ കുറവുകളെ ഒളിപ്പിച്ചു വെക്കുന്നത് സ്വയത്തെ ചതിക്കുകയാണ്. അതിനാൽ ഒരിക്കലും സ്വയത്തോട് ചതി കാണിക്കരുത്. തൻ്റെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നതിനു വേണ്ടി ഒരു കർമ്മവും നിയമവിരുദ്ധമായി ചെയ്യരുത്. തനിക്ക് സമാനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. അമൃതവേളയുടെ മഹത്വം അഥവാ ശ്രീമതത്തിൻ്റെ പാലനയിലൂടെ സ്മൃതിയെ സമർത്ഥമാക്കുന്ന സ്മൃതി സ്വരൂപമാകുന്നു. ശ്രീമതമനുസരിച്ച് സമയത്തെ തിരിച്ചറിഞ്ഞ് സമയാനുസരണം നടക്കുന്നു. അപ്പോൾ സഹജമായി സർവപ്രാപ്തിയും ചെയ്യാനാവും. ആ സമയത്ത് വിശേഷ സൈലൻസ് ഉണ്ടാകുന്നു. അതിനായി സഹജമായി സ്മൃതിയെ സമർത്ഥമാക്കാൻ കഴിയും. ഓർമ്മയിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും മായാജീതാകുന്നവർ തന്നെയാണ് സദാ വിജയിയാകുന്നത്. ബാബ സൂചന നൽകുന്നു, പരസ്പരം സമ്പർക്കത്തിൻ്റെ ഭാഷ അവ്യക്ത ഭാവത്തിൻ്റെതായിരിക്കണം. ആരുടെയും കേട്ടുകേൾവിയുടെ തെറ്റുകളുടെ സങ്കല്പത്തിൽ പോലും സ്വീകരിപ്പിക്കരുത്. അപ്പോൾ തങ്ങളിലൂടെ ബാബ പ്രത്യക്ഷമാകുന്നു. ഓം ശാന്തി.